ചില ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠയുള്ള ഉപദേവതയാണ് വസൂരിമാല. മാർക്കണ്ഡേയ പുരാണത്തിൽ വസൂരിമാലയുടെ കഥ പറയുന്നത് ഇങ്ങനെയാണ്. ഭദ്രകാളി യുദ്ധത്തിൽ ദാരികനെ വധിക്കും എന്ന് ഉറപ്പായപ്പോൾ ദാരികന്റെ പത്നി മനോദരി ദുഃഖം സഹിക്കാനാവാതെ ശിവഭഗവാനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. ശിവഭഗവാൻ തന്റെ വിയർപ്പ് കണങ്ങൾ മനോദരിക്ക് നൽകി. ഇത് ആരുടെ മേൽ തളിച്ചാലും വസൂരി പിടിപെടും എന്ന വരവും നൽകി. തന്റെ ഭർത്താവിന്റെ ശിരസ് കയ്യിൽ തൂക്കി വരുന്ന ഭദ്രകാളിയെ കണ്ടതും കോപത്താലും ദുഃഖത്താലും മനോദരി ശിവഭഗവാൻ നൽകിയ പ്രസാദം ദേവിയുടെ ദേഹമാസകലം തളിച്ചു. ദേവി വസൂരി പിടിപെട്ട് ക്ഷീണിതയായി. ഭഗവാൻ പരമേശ്വരൻ ഇതറിഞ്ഞ് ദുഃഖിതനും കോപാകുലനുമായി. ഭഗവാന്റെ കണ്ടത്തിൽ നിന്നും ചെവിയിൽ നിന്നും അഗ്നിയായി പുറത്തു വന്ന ശക്തിയാണ് കണ്ഠാകർണൻ. ഈ കണ്ഠാകർണൻ ദേവിയെ നക്കി തുടച്ച് വസൂരി മാറ്റിയെടുത്തു. പിന്നീട് മനോദരിയെ ദേവിക്ക് മുന്നിൽ കൊണ്ടുവന്നു. പെട്ടെന്നുള്ള കോപത്താൽ ദേവി അവളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ചെവികൾ അറുത്തെടുത്തു. പിന്നീട് ദേവിക്ക് അവളോട് അനുകമ്പ തോന്നി. തന്റെ സന്തത സഹചാരിയായി അരികെ ഇരുത്താമെന്ന് പറഞ്ഞു. അതിനുശേഷം മനോദരി വസൂരിമാലയായി അറിയപ്പെട്ടു. വസൂരി വരാതിരിക്കാനും വന്നത് പെട്ടെന്ന് മാറാനും വസൂരിമാലയെ ആരാധിക്കാൻ ദേവി അനുവാദം നൽകി. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പടിഞ്ഞാറേ നടയിൽ വസൂരിമാലയുടെ പ്രതിഷ്ഠയുണ്ട്. ഇവിടെ നിത്യപൂജ ഇല്ലെങ്കിലും പത്മതളം വരച്ച് കുരുമുളകും മഞ്ഞപ്പൊടിയും തൂകുന്നതാണ് പ്രധാന വഴിപാട്. ഇവിടെ നിത്യപൂജ ഇല്ലാത്തതിനാൽ സപ്തമാതൃക്കൾക്ക് സമീപം ഒരു പ്രത്യേക പീഠം വെച്ച് വസൂരിമാലയുടെ ഒരു പ്രതിഷ്ഠ ക്ഷേത്രത്തിനകത്ത് ഉണ്ട്. വസൂരിമാലയ്ക്ക് ഗുരുതി പൂജയും വിശേഷ ദിവസങ്ങളിൽ ക്ഷേത്ര നടക്കൽ നടത്താറുണ്ട്. ശത്രുദോഷത്തിന് പരിഹാരമായി ചെയ്യുന്ന വഴിപാടാണ് ഇത്.